പിണറായി ഞാൻ വിളിക്കാറില്ല, പേര് മിസ്റ്റർ വിജയൻ അയാളുടെ വ്യക്തിപരമായ റൈവൽറിയാണ്. അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരാളല്ല. ഈ ലാവലിൻ കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ വിട്ടുകൊടുക്കും. വാസ്തവത്തിൽ അയാൾ അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്റർ ആണെന്ന് പറയുന്നത്. നത്തിങ് മോർ. അയാളൊന്നും കുരുക്കുലമായൊരു പൊളിറ്റീഷ്യൻ അല്ല. ഇവിടെ വന്നിട്ട് AK ജേർണലിസം വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തുപറമ്പിൽ മത്സരിക്കണം. അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാതെ വിജയന് കൊടുക്കണം. AKജിക്ക് അത് ഇഷ്ടമായിട്ടില്ല. ബൂത്ത് കയ്യേറി പിടിച്ചിട്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരെയും മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നിട്ടാണ് ഈ ചെറിയ വോട്ടന്ന് ജയിച്ചത്. അതുകൊണ്ട് ഇയാളൊന്നും ഒരിക്കലും ഒന്നല്ല ഒരു നേതാവല്ല ഇയാൾ. AKG ആദ്യമായും അവസാനമായും തലകുനിക്കേണ്ടി വന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഈ ചട്ടത്തിൻ്റെ മേലെയാണ്. ഇയാളുടെ മകളെ ഒറ്റുകൊടുക്കും, ഇയാളുടെ ഭാര്യയും ഇയാൾ ഒറ്റുകൊടുക്കും. കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ്. കാരണം അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ വേറെ ഒരു സാധനവും അയാൾക്കില്ല. നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് വൈസ് സർവേ നടത്തിയെങ്കിൽ ഇയാൾക്കിടെ 0 മാർക്ക് താടിയായിരിക്കും, 0ന് താടിയായിരിക്കും. നിങ്ങളീ പുറത്ത് പിണറായി വിജയൻ, ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായ സാധനം മാത്രമേ അയാൾ ചെയ്യുള്ളൂ. ഈ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും, ബാബു സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ്. ഇയാളുടെ കൂടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കരുത്. അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിയുമോ എന്നുള്ള ഭയമാണ്. CPM പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഇയാളോട് സംസാരിക്കാൻ ധൈര്യമുള്ള ആരും AKGനെ കമ്മിറ്റിക്കകത്തിൻ്റെ ഇരുത്തിപ്പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സെല്ലാം കണ്ട ആളാണ്. AKGൻ്റെ നെഞ്ചിന് വിരൽ ചൂണ്ടി സംസാരിച്ച് വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പിണറായി ഞാൻ വിളിക്കാറില്ല, പേര് മിസ്റ്റർ വിജയൻ അയാളുടെ വ്യക്തിപരമായ റൈവൽറിയാണ്. 2 വിഷയമാണ് അതിനകത്ത്. ഒന്ന്, ഈ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമത്തിനകത്ത് നിങ്ങളിപ്പോൾ CPIMൻ്റെ ഒരു ലീഡേഴ്സ് നിങ്ങളെടുക്കുക, ഒരാൾ ഈ പിണറായിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഒറ്റൊരാൾ, ഈവൻ നോട്ട് ഈവൺ എ സിംഗിൾ പേഴ്സൺ ഇടുന്നു വരില്ല. ഈ വരാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് ഇഷ്ടമല്ല. മുഴുവൻ ആളുകളും ഇയാൾ താഴെയോ ഇയാൾ തന്നെ തറയാണ്, അതിനേക്കാൾ തറയായ അവസ്ഥയിലുണ്ടായിരിക്കുന്ന ആളുകളെ ബോധപൂർവ്വം നിർമ്മിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലേക്കും അയാൾ ഒരു പാർട്ടിക്കകത്തേക്ക് ഒരു ഗുണപരമായ അർത്ഥത്തിൽ കോൺട്രിബ്യൂഷനൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനൊന്നും ഇല്ലാതായി പോയിരിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്റർ ആണെന്ന് പറയുന്നത്. നത്തിങ് മോർ. അയാളൊന്നും കുരുക്കുലമായൊരു പൊളിറ്റീഷ്യൻ അല്ല. ഒരു വലിയ നുണകളുടെ കൂമ്പാരം ഉണ്ടാക്കുകയും ഇല്ലാത്ത ഫോർജ്ഡ് ആയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ബലൂണാണ് വാസ്തവത്തിൽ അയാൾ. അങ്ങേയറ്റം ഇന്നഫിഷ്യൻ്റായ, അങ്ങേയറ്റം വീക്കായ, അങ്ങേയറ്റം ക്വാഡായ, അങ്ങേയറ്റം ഇൻഹ്യൂമനായ, അങ്ങേയറ്റം അൺകൾച്ചേർഡ് അൺസിവിലൈസ്ഡായ ഒരാളെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ആളുടെ പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. വേറൊരാൾ ഇത്ര അബദ്ധവും തല്ലിപ്പൊളിയായിരിക്കും ഒരാളുണ്ടാവില്ല. അപ്പോൾ അയാളുടെ ഒരു എന്താണെന്ന് നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആ എക്സ്പോസിഷനെ അയാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് അത് പറയുകയോ ചെയ്യുന്ന ആളുകളെ ശരിപ്പെടുത്തി കളയാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മിക്കവാറും സംഭവങ്ങളുടെ ഈ പിണറായിയിൽ വന്നൊക്കെ സംഭവത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർട്ടിയറായി മാറുന്നത് ഞാൻ അങ്ങനെയാണ്. അതിതാണ് എത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരാളല്ല. ഒരാളുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ ഈ ലാവലിൻ കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ ഒറ്റുകൊടുക്കും, ഇയാളുടെ ഭാര്യയും ഇയാൾ ഒറ്റുകൊടുക്കും. കാരണം വെച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാനാണ്. ഇവരൊന്നുമില്ല അയാളുടെ മുമ്പിൽ അങ്ങനെ തരത്തിലുണ്ടാക്കുന്ന ഒരു ബന്ധങ്ങളും അയാൾക്കില്ല. കാരണം അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ വേറെ ഒരു സാധനവും അയാൾക്കില്ല. നിങ്ങൾ അയാളുടെ ഹിസ്റ്ററിക്കകത്ത് അയാൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് നിങ്ങൾ കേരളത്തിൽ കാണിച്ചത് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചത് പറ്റുമോ? നിങ്ങൾ കമ്മിറ്റിയിലെല്ലാം റബ്ബർ സ്റ്റാമ്പായിട്ട് ആൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ആളുകളാണ്. അതിപ്പോൾ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ഏതാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ജസ്റ്റ് 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ ഇടും. അനുശ്രീ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്താ പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചക്കകത്ത് പോലും ആ പെൺകുട്ടിക്ക് വളരെ ഗൗരവകരമായി ഒരു പൊളിറ്റിക്സ്, സ്വന്തം സംഘടനയുടെ പൊളിറ്റിക്സ് പോലും ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി ചുരുങ്ങി പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് തന്നെ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ് പ്രസിഡൻ്റെ പോസ്റ്റിലേക്ക് അങ്ങ് ഇരുത്തുക. അപ്പോൾ ഇത് ഇരുത്തുമ്പോൾ വരുന്നൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ അവരങ്ങ് എന്തോ ആയി എന്ന് അവരങ്ങ് ധരിക്കലാണ്. അവർക്ക് പാർട്ടി അറിയില്ല, അവർക്ക് സംഘടന അറിയില്ല, എന്താണ് യൂണിറ്റ് കമ്മിറ്റി എന്നറിയില്ല, എന്താണ് പിന്നെ ഏരിയ കമ്മിറ്റി എന്നറിയില്ല, ഒന്നും അറിയില്ല കുട്ടിക്ക്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ആക്ഷേപിക്കാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആളുകൾ എടുത്തുകൊണ്ടുവന്ന് അവർ ഭയങ്കരമാണെന്ന് പത്രങ്ങൾക്കകത്ത് സ്ഥാപിക്കുക. അതിനായി കുറേ വാഴ്ത്തുപാട്ടുകാരെ ഇയാൾ സംഘടിപ്പിക്കും. അയാളൊരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല, അയാളൊരു നല്ല മാനേജറല്ല, അയാളൊരു നല്ല ബുദ്ധിയുള്ള ആളല്ല, അയാൾക്ക് നല്ല ഒരു എന്താ പറയുക ഹൃദയപൂർവ്വം ആരോടും സംസാരിക്കാനറിയില്ല, കരുണയില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരാളാരാണ് ശരിക്ക്? അയാൾ മനുഷ്യനാണോ? ഒരു മനുഷ്യൻ്റേതായിരിക്കുന്ന വികാരങ്ങളും ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാലോ? ആ വികാരങ്ങളില്ലാതായി തീരുമ്പോൾ ഇയാളുടെ മകളുടെ വിഷയം വരുമ്പോൾ ഇയാൾക്ക് എന്താണ്, ഇയാൾക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. അത് സംഭവം എന്താ, ഒന്നു മാത്രമാണത്, ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ
ഇയാൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യം, പക്ഷേ എന്നേക്കാൾ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആ സാമ്രാജ്യത്തിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ തന്നെ റിവീൽ ചെയ്യപ്പെടും, പുറത്തേക്ക് വരുന്നവരാണ്.